ഓക്കെ, ഇന്റഗ്രൽ 0 ടു dx by x plus 4 minus x square. സൊല്യൂഷൻ ഇതാണ്. നമ്മൾ ആദ്യമേ മൈനസ് വെളിയിലെടുത്ത് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പിന്നെ ഹയസ്റ്റ് ഡിഗ്രി ടേം എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അടുത്ത് നെഗറ്റീവ് വെളിയിലെടുത്തു. അടുത്ത് നെഗറ്റീവ് സ്ക്വയർ മൈനസ് എക്സ്. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആക്കുകയാണെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിലെ ടേമിനുള്ള കൂട്ടത്തിൽ 1/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യണം, 1/2 ഹോൾ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്യണം. കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അതിപ്പം -1 ആണെങ്കിലും +1 എടുത്താലും കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1/4 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ ഇത്രയും ടൈം എന്തായിട്ട് മാറും? എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. റിമൈനിങ് ടൈം മൈനസ് √17/2 ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഏത് രീതിയിലോട്ട് മാറ്റി? ഇന്റഗ്രൽ റൂട്ട് ഓഫ് a² മൈനസ് x². കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഒന്നുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്? ഫ്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റും. സോ മൈനസ് ഓഫ് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് 17/4. ഓക്കെ, അതിന് മൈനസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √17/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് വരും. എക്സ് മൈനസ് 1/2 ടി കൊടുക്കും, ഡി എക്സിന് വരെ എന്തെന്ന് ഇട്ട് കൊടുക്കും? ഡി ടി എന്നിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പ്രോബ്ലം എങ്ങനെ മാറും? ശ്രദ്ധിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇതിന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ഇവിടെ 0 എന്നിട്ട് കൊടുത്ത് ടിയുടെ വാല്യൂ -1/2 ആകും. എക്സിന്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് ഇവിടെ 2 എന്നിട്ട് 2 - 1/2 4 - 1/2 അതായത് 3/2 വരും. ടിയുടെ വാല്യൂ 3/2 എന്ന് കിട്ടും. അപ്പം മൊത്തം ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ -1/2 to 3/2 dt by √17/2 ഹോൾ സ്ക്വയർ മൈനസ് √t² എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഇത്രയായിട്ട് എന്ത് ചെയ്യും? മാറും. എക്സ് മൈനസ് 1/2 കൊണ്ട് ടി എന്നിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് എക്സിന് വാല്യൂ 0 എന്നിട്ട് കൊടുത്ത് എന്ത് സംഭവിക്കും? 0 - 1/2 = t. അതുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ 0 ഉള്ളപ്പോൾ ടിയുടെ വാല്യൂ എന്തായത്? -1/2 എന്നായത്. സിമിലർലി ഇവിടെ എന്തായാലും ഇട്ട് കൊടുത്തത്? എക്സിന് കൊണ്ടുപോയി 0 എന്നിട്ട് കൊടുത്തു. അടുത്ത എക്സിന് കൊണ്ടുപോയി 2 എന്നിട്ട് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 - 1/2 = t, which is equal to 3/2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. ടിയുടെ വാല്യൂ 3/2. അതുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ 2 വരുമ്പോൾ 3യുടെ വാല്യൂ 3/2. അങ്ങനെ 3/2 - 1/2 എന്നുള്ളത് ലിമിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അതുകൊണ്ടാണ് പഴയ എക്സ്പ്രഷൻ √17/2 ഹോൾ സ്ക്വയർ മൈനസ് t². കാരണം എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയറിന് വേണ്ടി നമ്മൾ എന്തെന്ന് വിളിച്ചു? ഓക്കെ, അടുത്തത് -1/2 to 3/2 √17. ഇതായത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് a² മൈനസ് x² ഫോർമുല 1/2 log a plus x by a minus x ആണ്. അതപ്പോൾ എന്തായി മാറും? 1/2 ടൈം √17/2. a എത്രയാണ്? log √17/2 പ്ലസ് a പ്ലസ് എക്സ് മൈനസ് √17/2 മൈനസ് ടി. എന്നിട്ട് ലോവർ ലിമിറ്റ് -1/2, അപ്പർ ലിമിറ്റ് 3/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. അപ്പോൾ എത്ര കിട്ടും? log √17/2 പ്ലസ് 3/2 √17/2 മൈനസ് 3/2 മൈനസ്, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഇത് കോമൺ ആണ്. ഏതാണ്? 1/2 √17. സോ മൈനസ് ലോഗ് എത്ര കിട്ടും? √17/2, കാരണം ലോവർ ലിമിറ്റ് -1/2 ആണ്. -1/2 ഡിവൈഡഡ് ബൈ ലോഗ് √17/2 പ്ലസ് 1/2 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. കാരണം -1/2 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്തത്? ഫണ്ടമെന്റൽ തിയറം ആണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. ഓക്കെ, കാരണം ഈ ടൂവും കൂടെ എന്ത് ചെയ്തു പോകും? കട്ട് ചെയ്തു പോകും. അപ്പം നമുക്കിത് ഡയറക്റ്റ് അപ്പർ വാല്യൂ ഇട്ട് കൊടുക്കുക. 1/√17 അത് കോമൺ ആയിട്ടിരിക്കും. ലോഗ് √17/2 പ്ലസ് 3/2 √17/2 മൈനസ് 3/2 അതായിരിക്കും അപ്പർ വാല്യൂ. മൈനസ്
ലോവർ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 17/2 മൈനസ് 1/2 17/2 ഓൾറെഡി മൈനസ് ഉള്ള മൈനസ് ഓഫ് മൈനസ് 1/2. അതുകൊണ്ടാണ് ഇത് എന്താകുന്നത്? പ്ലസ് ആകുന്നത്. ഇതാണ് അപ്പർ ലിമിറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്. അങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത അപ്പർ ലിമിറ്റ് 1/√17 ലോഗ് √17 + 3 ഡിവൈഡഡ് ബൈ 2 വരും. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും. ഇത് √17 - 3, ഇത് ലോഗ് 17 - 1/√17 + 1. എന്തുകൊണ്ടാണ്? ഡിവൈഡഡ് ബൈ 2 രണ്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. വീണ്ടും സിംപ്ലൈ ചെയ്യുമ്പം √17/3 ലോഗ് a മൈനസ് ലോഗ് ബി ലോഗ് a ബൈ ബി ആണ്. √17 + 3 √17 - 3 കാരണം ലോഗ് എന്നുള്ളൊരു ടൈം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? 1/√17 ലോഗ് വലിയൊരു ടൈമാണ്. √17 + 3 17 - 3 ഹോൾ ഡിവൈഡഡ് ബൈ 17 - 1 17 + 1. എന്നിട്ട് ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ √17 + 3 √17 + 1. ഈ ഒരു ടൈം നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് ഇത്രയും എന്ത് ചെയ്യുന്നത്? സിംപ്ലിഫൈഡ് ആകുന്നത്. അടുത്ത ഈ √17 + 3 + √17 + 1 എന്നുള്ളതാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 17 + 3 + 4 √17 എന്നുള്ളത് കിട്ടും. കാരണം സാധാരണ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ. ഓക്കെ, അതായത് ഈ ഒരു ഗ്രീനിലുള്ള ടൈമിനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ ഒരു ഗ്രീനിലുള്ള ടൈം കിട്ടും. നിങ്ങൾ ചുമ്മാ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. യെല്ലോയിലുള്ള ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ യെല്ലോയിലുള്ള ടൈം കിട്ടും. ബേസിക് a + b × c + d a + b × c + d = ac ad bc bd എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടിക്കോളും? ഫോർമുല കിട്ടിക്കോളും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 20 + 4√70 20 - 4√70 ആറോ കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 5 + √70 5 - √70 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 5 + √70 5 + √70 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം റാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ന്യൂമറേറ്റർ ഈ ഒരു രീതി കിട്ടും. ഓക്കെ, ഡിനോമിനേറ്റർ /8 ഇതായിരിക്കും നമുക്കപ്പോൾ എന്തായിട്ട് കിട്ടുന്നത്? ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്.